മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചടക്കം ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ അടങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ പുറത്തുവിട്ടത്. 4 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് റിപ്പോർട്ട് വെളിച്ചം കണ്ടത്. സിനിമയിൽ അവസരം നൽകുന്നതിന് പകരം ശരീരം ചോദിക്കുന്നത് പതിവാണെന്നും ഇതിനായി ഇടനിലക്കാർ ഒട്ടേറെ ഉണ്ട് എന്നും വിവിധ മൊഴികൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിൽ പറയുന്നു. ഒറ്റയ്ക്ക് ഹോട്ടലിൽ മുറിയിൽ കഴിയാൻ ഭയമാണെന്നും ചില നടിമാർ മൊഴി നൽകിയിട്ടുണ്ട്. പുരുഷന്മാർ രാത്രി മുറിയുടെ വാതിൽ മുട്ടുന്നത് പതിവാണ്. വാതിൽ തകർത്ത് ഇവർ അകത്ത് കടക്കുമോ എന്ന ഭയത്തിലാണ് കിടക്കുന്നത് എന്നുമാണ് പലരുടെയും മൊഴികൾ. സിനിമയിൽ അവസരം ലഭിക്കാൻ അഡ്ജസ്റ്റ്മെന്റും വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന പ്രയോഗം സിനിമയിൽ സാധാരണമാണെന്നും പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധം തുടരും. സിനിമയിൽ നിന്ന് പുറത്താകുമെന്ന ഭീതിക്കൊപ്പം സ്വജീവനും വേണ്ടപ്പെട്ടവരുടെ ജീവനും ഭീഷണിയും ഉണ്ട് എന്നതിനാലാണ് പോലീസിൽ പരാതി നൽകാൻ മുതിരാത്തത്. ഇത്തരത്തിൽ മലയാള സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. സിനിമയ്ക്ക് പുറമെയുള്ള തിളക്കം മാത്രമാണുള്ളത്. മലയാള സിനിമയെ മാഫിയയാണ് നിയന്ത്രിക്കുന്നത്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നത് സംവിധായകരും നിർമ്മാതാക്കളുമാണ്. സഹകരിക്കുന്നവരെ കോ ഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന് പേരിട്ട് വിളിക്കും. സഹകരിക്കാൻ തയ്യാറാകാത്തവരെയാണെങ്കിൽ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നവരെയും പ്രശ്നക്കാരി എന്ന് മുദ്രകുത്തി സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുകയും വിലക്കുകൾ ഉൾപ്പെടെ ഉള്ള നടപടികൾക്ക് വിധേയരാക്കുകയും ചെയ്യും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ നിയമം അനിവാര്യമാണെന്നും ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ. 2019 ഡിസംബറിൽ ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ അന്ന് പുറത്തുവിട്ടിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള ആക്ഷേപങ്ങളും മുൻതള്ളിയിരുന്നു. വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് വർഷങ്ങൾക്ക് ശേഷം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി മാത്രമല്ല, റിപ്പോർട്ടിൽ ഉല്ലാസ് ഇലങ്കത്ത് അടക്കം നടത്തിയ നിയമ പോരാട്ടമാണ് റിപ്പോർട്ട് പുറത്തു വരുന്നതിന് വഴിയൊരുക്കിയിട്ടുള്ളത്. മലയാള സിനിമയിലെ പുരുഷന്മാരായ എല്ലാ സിനിമാ പ്രവർത്തകരും ചൂഷകരല്ല എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമായി പറയുന്നുണ്ട്. സ്ത്രീകളോട് മാന്യമായും മര്യാദയോടും പെരുമാറുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട്. അവർക്കൊപ്പം ജോലി ചെയ്യുന്നതിൽ സ്ത്രീകൾ വലിയ സുരക്ഷിതത്വമാണ് അനുഭവിക്കുന്നത്. അവർ നൽകിയ മൊഴിയിൽ ഛായാഗ്രഹന്മാരും സംവിധായകരുമെല്ലാം ഉൾപ്പെടുന്നുണ്ട്. തന്റെ സിനിമയിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും സുരക്ഷാ ഉത്തരവാദിത്വത്തോടെ നോക്കിക്കാണുന്ന ഒരു ഛായാഗ്രഹനെക്കുറിച്ചും സംവിധായകനെക്കുറിച്ചും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അവരുടെ സൈറ്റുകളിൽ എല്ലാവരും അച്ചടക്കത്തോടെയാണ് പെരുമാറുന്നത്. ഇന്റിമേറ്റ് രംഗങ്ങൾ ചിത്രീകരിക്കേണ്ട അവസരങ്ങളിൽ അത്യാവശ്യമുള്ളവരെ മാത്രമേ സെറ്റിൽ നിൽക്കാൻ അനുവദിക്കൂ. അങ്ങനെയുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. മാത്രവുമല്ല, മറ്റുള്ളവർ കാണാതെ സെറ്റ് കവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് അഭിനയിക്കുന്നവരിൽ കൂടുതൽ സുരക്ഷിതത്വം തോന്നിപ്പിക്കുന്നുണ്ട്. സിനിമയിലെ വ്യത്യസ്ത ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ധാരാളം പുരുഷന്മാർ സൗഹാർദ്ദത്തോടെയും ബഹുമാനത്തോടെയുമാണ് പെരുമാറുന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല സിനിമാ പ്രവർത്തകർ എല്ലാ കാലത്തും സിനിമയിലുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട്. പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും സ്ത്രീകളും പുരുഷന്മാരുമായ സിനിമാ പ്രവർത്തകരുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സംസാരിക്കുകയുണ്ടായി. സിനിമയുടെ ആദ്യകാലം മുതൽ തന്നെ സ്ത്രീകൾ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാനും നിയന്ത്രണം ഏറ്റെടുക്കാനും പ്രത്യേക അധികാര കേന്ദ്രമില്ലാത്തതും ഒരു പോരായ്മ തന്നെയാണ്. 233 പേജുള്ള റിപ്പോർട്ടിലാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആളുകളുടെ സ്വീകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫും 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. 165 മുതൽ 196 വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ ഒഴിവാക്കിയത് എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? അപ്പോൾ ഈ സ്ത്രീകൾ ഇവിടെ സുരക്ഷിതമല്ല എന്ന് അവർ വാമൊഴിയാലെ പറയുന്നത് സത്യമാണെന്ന് കരുതിയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പേജുകളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു പേജിലെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടാൽ കുടുങ്ങുന്നത് ഇന്ന് സിനിമാ ലോകം ഭരിക്കുന്ന വമ്പന്മാരാണ്. ഒരുപക്ഷെ അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നാൽ കുടുങ്ങുന്നത് അവരുടെ ജീവിതം മാത്രമല്ല, അവർ കെട്ടിപ്പണിത ഒരു പിടി സ്വപ്നങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാകാം സർക്കാരിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു പേജിലെ കള്ളത്തരങ്ങളും അല്ലെങ്കിൽ ചൂഷണങ്ങളും അല്ലെങ്കിൽ കൊടിയ പീഡനങ്ങളും മറയ്ക്കാൻ ശ്രമിച്ചതും അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും.